പ്ലീസ് മീര, എനിക്ക് വേണ്ടിയല്ലേ. ഞാൻ എന്താ അദ്ദേഹത്തോട് പറയേണ്ടത്? എനിക്കൊന്നും അറിയില്ല. പറയേണ്ടത് എന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നീ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പോയി പറഞ്ഞാ മതി മീര. എനിക്ക് ചെറിയ പേടിയുണ്ട്. അല്ല, എന്തിനാ പേടിക്കുന്നേ? അങ്കിൾ ഒരു പാവാ. നീ കണ്ടോ, നീ പറഞ്ഞു കഴിയുമ്പോ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണ് നിറയും. നേരെ ഇങ്ങോട്ടേക്ക് വന്ന് എന്നെയും കൂട്ടി വീട്ടിലേക്ക് പോവും. ആന്റി പ്രശ്നം ഉണ്ടാക്കുമായിരിക്കും, അത് സാരമില്ല. അങ്കിളിന്റെ വാക്കാ അവിടെ അവസാനത്തെ വാക്ക്. അവർക്കേ ഒടുവിൽ അനുസരിക്കേണ്ടി വരും. ഒരു 6 മണിക്കോ 6:30ക്കോ ഇടയില് അങ്കിള് നടക്കാനിറങ്ങും. ആ സമയത്ത് നീ അങ്കിളിനെ കണ്ടൊന്ന് സംസാരിച്ചാ മതി. നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ, ഞാൻ കണ്ട് സംസാരിച്ചു നോക്കാം. ഈ അങ്കിൾ എന്താ വരാത്തെ? ഇന്ന് നടക്കാൻ ഇറങ്ങിയില്ലേ? സമയം ഒരുപാടായല്ലോ. ആ, വരുന്നുണ്ട്. അങ്കിളെ. മീരയോ? എന്താ മോർണിംഗ് വാക്കിന് ഇറങ്ങിയാണോ? അല്ല അങ്കിൾ, ഞാനിവിടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാ. അങ്കിള് മോർണിംഗ് വാക്കിന് ഇറങ്ങിയതായിരിക്കും അല്ലേ? അതെ. എന്നാ പിന്നെ ശരി, വരട്ടെ. അങ്കിളെ, ശ്രുതി എന്റെ വീട്ടിലാ ഇപ്പൊ താമസിക്കുന്ന. അങ്കിളിനത് അറിയില്ലേ? അറിയാം. എന്നിട്ടെന്താ അങ്കിൾ അവളെ കുറിച്ചൊന്നും ചോദിക്കാത്ത? അത്രമാത്രം വെറുപ്പാണ് അവളോട്. ഏയ്, എനിക്ക് വെറുപ്പൊന്നുമില്ല, പക്ഷെ നല്ല ദേഷ്യമുണ്ട്. അതിനുള്ള കാരണം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിനക്കറിയാവുന്നല്ലേ. ശ്രുതി എന്ന് പറഞ്ഞാ അവൾക്ക് ജീവനാ. കാശുകാരിയായിട്ട് അഭിനയിച്ചതും കള്ളം പറഞ്ഞതും ഒക്കെ അവന്റെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടാ. അങ്ങനെ അഭിനയിച്ചില്ലായിരുന്നെങ്കിൽ അവൾക്ക് ശ്രുതിയെ കിട്ടില്ലായിരുന്നു. അവളൊരു സാധാരണ പെണ്ണാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആന്റി ഈ കല്യാണം നടത്തുമായിരുന്നില്ല. ഇഷ്ടപ്പെട്ട ആണിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ഒരു ചെറിയ കള്ളം പറഞ്ഞു. പിന്നീട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവള് കരുതിയില്ല. അവള് പറഞ്ഞത് ചെറിയ കള്ളാണോ മീരെ? ഒരു വട്ടമല്ല, പല വട്ടമായി അവള് ഇത് ആവർത്തിക്കുന്നേ. ഇത്രയും കാലം ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കിയിരുന്നില്ലേ? എന്റെ മോനെ ചതിക്കായിരുന്നില്ലേ? ചതിച്ചു എന്നൊക്കെ പറയാൻ പറ്റുമോ അങ്കിളെ? കള്ളം പറഞ്ഞിട്ട് വേറെ എന്ത് നേട്ടം അവൾക്കുണ്ടായിട്ടുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, ശ്രുതിയുടെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ട് മാത്രം അവൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. ശ്രുതി അപ്പൊ അവളോട് കള്ളൊന്നും പറഞ്ഞിട്ടില്ലേ? അവൻ കള്ളത്തരം കാണിച്ചിട്ടില്ലേ? എന്നിട്ടും അവൾ അവനെ വെറുത്തില്ല. മറ്റാർക്കും വിട്ടുകൊടുക്കാതെ അവനെ ചേർത്ത് പിടിച്ചു. അവൻ തെറ്റ് ചെയ്തപ്പോഴൊക്കെ അവളെ ക്ഷമിച്ചു. എന്നിട്ട് ശ്രുതി ഒരു ചെറിയ തെറ്റ് ചെയ്തപ്പോ നിങ്ങൾ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആന്റി അവളെ തല്ലി. ചന്ദ്ര അവളെ തല്ലിയത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്നാല് ശ്രുതി ചെയ്ത തെറ്റിന് നീ പറഞ്ഞ പോലെ കാരണങ്ങൾ നിരത്തി ന്യായീകരിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങളെ, അവള് ചെയ്തത് തെറ്റ് തന്നെയാ. എങ്കിലും അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് ശരിയല്ലാന്ന് അങ്കിളിന് തോന്നുന്നില്ലേ? അങ്കിളിന്റെ മകൻ താലി കെട്ടിയ പെണ്ണല്ലേ അവള്. ഒരു നിസ്സാര കാര്യത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ആന്റി ചെയ്തതും തെറ്റല്ലേ അങ്കിളെ? ആന്റിക്ക് ശ്രുതിക്കുമെതിരെ അവൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം. അങ്ങനെ ചെയ്താ രണ്ടുപേരും അകത്താവും. പക്ഷെ അവൾ അങ്ങനെ ചെയ്യാത്തത് അവരോടുള്ള സ്നേഹം കൊണ്ടാ, അവരുടെ കൂടെ ജീവിക്കണമെന്ന ആഗ്രഹം കൊണ്ടാ. എന്നാ നിങ്ങളാരും ശ്രുതിയുടെ മനസ്സ് കണ്ടില്ല, അവളെ മനസ്സിലാക്കിയിട്ടുമില്ല. അതാ പ്രശ്നം. ഞങ്ങൾ അവളെ മനസ്സിലാക്കിയിരുന്നില്ല, പക്ഷേ ഇപ്പൊ അവളാരാണെന്ന് ഞങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി. അവളോടൊന്ന് ക്ഷമിച്ചൂടെ അങ്കിൾ? എല്ലാം മറന്ന് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോ അങ്കിൾ.
ശ്രുതി എന്നും പറയും അങ്കിൾ എന്നാ ദൈവമാണ്, മനസ്സ് നിറയെ സ്നേഹവും കരുണയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. ഇങ്ങനെയുള്ള ഒരാളെ ജീവിതത്തിൽ അവള് വേറെ കണ്ടിട്ടില്ല എന്നൊക്കെ. എനിക്കും പലവട്ടം അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഈ മനസ്സ് ഞങ്ങൾക്ക് അറിയാം അങ്കിളെ. ഇങ്ങനെയൊക്കെ സംഭവിച്ചതില് അങ്കിളിന് നല്ല വിഷമമുണ്ട്. ശ്രുതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് അങ്കിളിന് ആഗ്രഹമുണ്ട്. എന്നാ ആന്റി പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതിയ അങ്കിൾ അങ്ങനെയൊന്നും ചെയ്യാത്തത് അല്ലേ? ആന്റി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല അങ്കിളെ. അങ്കിൾ ഒരു ഉറച്ച തീരുമാനം എടുത്താ ആ വീട്ടിൽ ആരും എതിർക്കില്ലെന്ന് എനിക്കറിയാം. അത്രയ്ക്ക് പവറില്ലേ അങ്കിളിന്. ശ്രുതി ഇപ്പോ വല്ലാത്തൊരവസ്ഥയിലാ. അവൾക്കിവിടെ നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. നിങ്ങൾ അവളെ കൈവിട്ടാ പിന്നെ അവള് ജീവിച്ചിരിക്കില്ല. ശ്രുതിക്ക് എന്തെങ്കിലും സംഭവിച്ചാ നമുക്കിത് താങ്ങാൻ പറ്റും അങ്കിളെ. ശ്രുതി എന്ന് പറഞ്ഞ അവൾക്ക് ജീവനാ. ശ്രുതിക്ക് അവളും ജീവനാ. അവന്റെ അമ്മയെ ഭയന്നിട്ടാ അവൻ മിണ്ടാതിരിക്കുന്നെ. ശ്രുതി പോയാ അവന്റെ ജീവിതം അവിടെ തീരും. അവന്റെ സമനില വരെ തെറ്റും. കുടുംബത്തില് വലിയൊരു ദുരന്തം സംഭവിക്കാതിരിക്കാനാ ഞാൻ ഇതൊക്കെ പറയുന്ന. അങ്കിള് വന്ന് ശ്രുതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. ഞാനിപ്പോ അവൾക്ക് കാവലിരിക്കുക. അവള് വല്ല കടുങ്കയും ചെയ്താ? ജീവിക്കാൻ കൊതിയുള്ളവരൊരിക്കലും ആത്മഹത്യ ചെയ്യില്ല മീരെ. ശ്രുതി അങ്ങനെ ഒരുത്തിയ. നീ അവൾക്ക് കാവലിരിക്കൊന്നും വേണ്ട. അവൾ ആത്മഹത്യയൊന്നും ചെയ്യില്ല. പിന്നെ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതൊക്കെ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അവളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ ഞാനായിട്ട് അവളെ തിരിച്ച് വീട്ടിലേക്ക് വിളിക്കില്ല. പിന്നെ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ശ്രുതിയാ. അവളെ അവന് വേണോ വേണ്ടയോന്നും അവൾ ഈ വീട്ടിൽ കഴിയണമെന്നൊക്കെ അവൻ തന്നെ തീരുമാനമെടുക്കട്ടെ. അവൻ എന്ത് തീരുമാനം എടുത്താലും ഞാൻ അവനോടൊപ്പം ഉണ്ടാവും. ഞാനായിട്ടൊരു തീരുമാനത്തിലെടുക്കില്ല. ആ പിന്നെ ഒരു കാര്യം, നീ സുഹൃത്തിന്റെ വീട്ടിൽ വന്നതല്ല, എന്നെ കാണാൻ വേണ്ടി മനഃപൂർവ്വം വന്നതാണെന്ന് എനിക്കറിയാം. ശ്രുതി പറഞ്ഞു വിട്ടതായിരിക്കുമല്ലേ? എന്റെ വീട്ടിൽ അവൾക്ക് മുന്നേ കയറി വന്നൊരു മരുമകളുണ്ട്. ഇപ്പൊ അവൾ എന്റെ മകളാ. പേര് രേവതി. നീ നിന്റെ കൂട്ടുകാരിയോട് അവളെ കണ്ടു പഠിക്കാൻ പറയും. ഇനി ഇക്കാര്യം പറഞ്ഞ് മേലിൽ എന്റെ മുന്നിൽ വന്നു പോരുത്. അങ്ങളെ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തിനാ അവൾ കള്ളം പറഞ്ഞത്, ഇങ്ങനൊരു നാടൻ കളിച്ചത്? ആർക്കറിയാം. അവൾ എന്നെ ചതിക്കായിരുന്നില്ലേ ബ്രോ? അവൾ ഇങ്ങനെ ഒരുത്തിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ. എന്നെ അവൾ വെറും കോമാളിയായിട്ടാ കണ്ടത് അല്ലേ ബ്രോ? അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തത്. അവൾ എന്ത് പറഞ്ഞാലും ഞാൻ അതൊക്കെ വിശ്വസിക്കുമെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. ഞാൻ അവളുടെ കൂടെ നിൽക്കും. ആ ഒരു ധൈര്യത്തില് അവൾ ഇങ്ങനൊരു വേഷം കെട്ടിയത്. സൂത്രശാലി അവള്. ഇത്രയും കാലം എന്നെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ അത്രയും വലിയൊരു മണ്ടനായി പോയല്ലോടാ. അവള് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന്. ശരിയാ, എന്നെ ഒന്നിനും കൊള്ളില്ല. കൊള്ളാമായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ ബ്രോ? കുറെ ആയില്ലേ അവൾ ഈ ഇളയച്ചനെ ഇറക്കിയിട്ട്. ഇപ്പോഴാണോ അവൾ കള്ളം പറഞ്ഞതാണെന്നും അദ്ദേഹം അവളുടെ ഇളയച്ചനല്ല എന്നും മനസ്സിലായത്? അതിനിടയിൽ എത്ര തവണ അദ്ദേഹം വീട്ടിൽ വന്നിട്ട് പോയി. അപ്പോഴൊന്നും നിനക്കൊരു സംശയം തോന്നിയില്ലേ? അത് സച്ചിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഞങ്ങൾക്കാർക്കും ഒരു സംശയവും തോന്നിയിരുന്നില്ല. അദ്ദേഹവും നിന്റെ ഭാര്യയൊക്കെ നല്ല അഭിനേതാക്കളാ. എത്രമാത്രം സന്തോഷത്തോടെ ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. എന്തിനും അവൾ എന്റെ കൂടെ നിൽക്കുമായിരുന്നു.
സച്ചി അവൻ എന്തെങ്കിലും എന്നെ പറഞ്ഞ അതിന് ഞാനല്ല, അവളാ മറുപടി പറയുക. എന്നെ ആരെങ്കിലും ഒന്ന് പരിഹസിക്കുന്നതോ വില കുറച്ച് കാണുന്നതോ ഒന്നും അവൾക്ക് ഇഷ്ടമല്ല. സുധിയാണ് എന്റെ എല്ലാം. നീ ഇല്ലാതെ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ലെന്ന് അവൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുണ്ടായിരുന്നു. അതും അഭിനയമായിരിക്കും സുധി. അവള് കള്ളം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മുന്നില് അവള് നന്നായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. പക്ഷെ എന്നോടുള്ള അവളുടെ സ്നേഹം അത് മാത്രം ഒരിക്കലും ഒരു അഭിനയമല്ലായിരുന്നു ബ്രോ. അത്രമാത്രം സ്നേഹമാണ് അവൾക്ക് എന്നോട്. എനിക്ക് വേണ്ടി അവള് പല കാര്യങ്ങളും ചെയ്തിട്ടുമുണ്ട്. സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഒക്കെ അവൾ എന്റെ കൂടെ നിന്നു. അവൾ എനിക്കൊരു നല്ല ഭാര്യയായിരുന്നു ബ്രോ. ഭർത്താവെന്ന നിലയിൽ എനിക്ക് കുറെ കുറ്റവും കുറവുകളൊക്കെ ഉണ്ട്. പക്ഷെ അവൾ അതൊന്നും കാര്യമാക്കിയില്ല. എല്ലാം ഓക്കെയാ. പക്ഷെ എവിടെയോ ശ്രുതിക്ക് തെറ്റുപറ്റിപ്പോയി. എന്തിനാ അവള് കള്ളം പറഞ്ഞ് അഭിനയിച്ചത്? അത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മ അവളെ അടിച്ച് പുറത്താക്കി. ഇനി അവൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് അമ്മ പറയുന്നത്. എനിക്ക് എന്റെ അമ്മയെ അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. അവള് പോയ വഴി പോട്ടെ എന്നാണോ നീ പറയുന്നേ? ബ്രോ, ആലോചിച്ചെടുക്കേണ്ട തീരുമാനം ഇതൊക്കെ. അങ്ങനെയൊന്നും എനിക്ക് പറയാൻ കഴിയില്ല ബ്രോ. ശ്രുതിയെ അത്ര പെട്ടെന്നൊന്നും എനിക്ക് എന്റെ മനസ്സിൽ നിന്ന് പറിച്ചറിയാനാവില്ല. എന്നാൽ അവൾ എന്നോട് ഈ കാണിച്ചതൊന്നും എനിക്ക് പൊറുക്കാനും കഴിയില്ല. സച്ചി പലപ്പോഴും പറയാറുണ്ട്, നീ നിന്നെക്കുറിച്ച് മാത്രമേ ആലോചിക്കാറുള്ളൂ, സ്വാർത്ഥനാണ് നീ എന്നൊക്കെ. ഞാൻ എന്റെ അമ്മയെക്കുറിച്ച് ആലോചിക്കാറുണ്ട്, ശ്രുതിയെക്കുറിച്ചും ആലോചിക്കാറുണ്ട്. അവര് രണ്ടുപേരുമാ എനിക്കല്ല. അമ്മ എന്നെ വിഷമിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ശ്രുതി അവൾ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. രണ്ടുപേർക്കും ഒപ്പം ഇനി നിനക്ക് ആ വീട്ടിൽ കഴിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ബ്രോ. എന്റെ ജീവിതം പോയി, എല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു എനിക്ക്. ഞാൻ എന്തിനി ജീവിക്കണം? അങ്ങനെയൊന്നും പറയാതെ ബ്രോ. ശ്രുതിയുടെ അച്ഛന്റെ കാശിനെയാ നിന്റെ അമ്മ സ്നേഹിച്ചത്, ശ്രുതിയെ അല്ല. നീയും അങ്ങനെയാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അല്ലാന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നീ ശ്രുതി അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ചെയ്ത തെറ്റിന് നീ അവളോട് ക്ഷമിക്കുക. അമ്മ എന്ത് പറയുന്നു നീ നോക്കണ്ട. എത്രയും പെട്ടെന്ന് നീ അവളെ നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല ബ്രോ, അതിനെനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. എനിക്ക് അവളോട് സ്നേഹമുണ്ട്. പക്ഷേ എന്റെ അമ്മയാ എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും വലുത്. എന്റെ അമ്മ കഴിഞ്ഞിട്ടേ എനിക്കിനി മറ്റാരും ഉള്ളൂ. അത് പറയുന്ന ശ്രുതി ആയാലും. മതി. അല്ല, സുധി എവിടെ? അവന് ഭക്ഷണം വേണ്ടേ? ശരിയാണല്ലോ. സുധി, വാ മോനെ, വന്ന് ഭക്ഷണം കഴിക്കേ. അവൻ ഭക്ഷണം കഴിക്കാതെ നടന്നോ? സുധി, സുധി മോനെ. ശ്ശോ. മോളിരിക്കണല്ലേ? ഇല്ലച്ചാ, നിങ്ങൾ കഴിച്ചിട്ട് കഴിക്കാം. നീ എന്താണ് അവിടെ തനിച്ചു വന്നിരിക്കുന്നേ? ഞാൻ ഒറ്റയ്ക്കല്ലേ അമ്മേ? ഒറ്റയ്ക്കോ?
നിനക്ക് ഞാനില്ലേ? നീ ഇപ്പോഴാ കള്ളിയെ ഓർത്തോണ്ടിരിക്കുകയാണോ? ഏ ഞാൻ പറഞ്ഞതാ നിന്നോട്, അവളെ കുറിച്ച് ചിന്തിക്കേ വേണ്ടാന്ന്. അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇനി നീ അവളെ നിന്റെ മനസ്സിൽ നിന്ന് കൂടി ഇറക്കി വിടണം. വാ, നീ വന്ന് ഭക്ഷണം കഴിക്കേ. എനിക്ക് വേണ്ടമ്മേ, വിശക്കുന്നില്ല. അമ്മയുടെ കൂടെ ഇരുന്ന് കുറച്ച് കഴിക്കടാ. വാ, വന്നേ, വാ വാ. വേണോ അച്ഛാ? മതി മോളെ. ഇത്തിരി വെള്ളം ഒഴിച്ചേ. എവിടെ ഇരിക്കും? ഇരിക്കടാ. ആ പ്ലേറ്റ് അങ്ങ് എടുത്തു ആ ചപ്പാത്തി കൊടുക്ക. കഴിക്കേ. അതെ. നീ എന്തായി ആലോചിക്കുന്നേ? കഴിക്കടാ. എനിക്ക് വേണ്ടമ്മേ. കഴിക്കാൻ പറ്റുന്നില്ല. മോനെ സുധി, സുധി. ഇരിക്കേ. അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. നിനക്ക് വേണമെങ്കിൽ അവനെ കെട്ടിയിടാൻ പറ്റും. പക്ഷേ അവൻ്റെ മനസ്സ് കെട്ടിയിടാൻ പറ്റില്ല. അതോർത്താ കൊള്ളാം. അവനോട് ആർക്ക് സഹതാപം ഒന്നും വേണ്ട. അവന് വേണ്ടിന്ന് പറഞ്ഞ് ആ കള്ളിയെ കൂട്ടിക്കൊണ്ട് വരികയും വേണ്ട. ഒന്നിച്ച് ജീവിച്ചതല്ലേ, കുറച്ചുനാൾ ഇങ്ങനെയൊക്കെ കാണും, പിന്നെ ശരിയായിക്കോളും. ശരിക്കും അവൻ രക്ഷപ്പെട്ടത് തന്നെയാ. ഒരു വലിയ അപകടം അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിന്ന് കരുതിയാൽ മതി. വഴി അടച്ചിരിക്കുക ശ്രുതി. ഇനി നീ അതൊന്നും നോക്കണ്ട. മക്കളും മരുമക്കളും സന്തോഷത്തോടെ അദ്ദേഹത്തോടൊപ്പം ആ വീട്ടിൽ കഴിയുന്നതിൽ പരം സന്തോഷം വേറെ ഇല്ലെന്നാണ് അദ്ദേഹം നാഴിക്ക് 40 വട്ടവും പറയാറ്. എന്നിട്ടെന്താ ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചേ? അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാ ശ്രുതി. നിന്റെ കാര്യം ഓർത്ത് അദ്ദേഹത്തിന് വിഷമമുണ്ട് എന്ന് കരുതി അദ്ദേഹം നിന്നെ ആ വീട്ടിലേക്ക് ഒരിക്കലും തിരികെ വിളിക്കില്ല. ആ പ്രതീക്ഷ വേണ്ട. ഇനി എന്താ ചെയ്യാ? ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് സുധിയാണെന്നാണ് നിന്റെ അങ്കിള് പറഞ്ഞത്. നീ ആ വഴിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതിന് സുധിയെ ഫോണിൽ കിട്ടുന്നില്ലല്ലോ. സുധിയുടെ ഫോൺ സ്വിച്ച് ഓഫാ. ഫോണില് സംസാരിച്ച് തീർക്കേണ്ട വിഷയമാണോ ഇത്? നീ ചെന്ന് നേരിട്ട് അവനെ കാണ്, എന്നിട്ട് സംസാരിക്ക്. അവനെ കാണാൻ ഞാൻ ആ വീട്ടിൽ ചെന്നാലേ എന്താ സംഭവിക്കാന്ന് നിനക്ക് ഊഹിക്കാലോ. അവന്റെ അമ്മേ എന്റെ ജീവൻ എടുക്കും. വീട്ടിൽ പോണെന്ന് ഞാൻ പറഞ്ഞോ? നീ ഷോറൂമിലേക്ക് ചെല്ല്, അവൻ അവിടെ കാണുമല്ലോ. അവനെ നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. മീരെ, ആ നീ തന്നെയല്ലേ പറഞ്ഞത് അവന് നിന്നെ വെറുക്കാൻ കഴിയില്ല, അത്രമാത്രം സ്നേഹമാണെന്നൊക്കെ. നിന്റെ കണ്ണീര് കാണുമ്പോ അവന്റെ മനസ്സലിയും. അവനെ നിന്റെ കൂടെ നിർത്താൻ സാധിച്ചാ നീ വിജയിച്ച ശ്രുതി. എനിക്ക് അവനെ മാത്രം മതി. അവനെ സ്വന്താക്കാൻ വേണ്ടിയാ ഞാൻ ഈ വിഡ്ഢിവേഷം കെട്ടിയത്, കള്ളം പറഞ്ഞത്. സുധിക്ക് എന്നോട് ദേഷ്യമൊക്കെ കാണും, എന്നാലും അവനൊരിക്കലും അവന്റെ ജീവിതത്തിൽ നിന്നെ ഒഴിവാക്കില്ല മീരെ. ആ വിശ്വാസം നിനക്കുണ്ടല്ലോ, പിന്നെ എന്തിനാ മടിക്കുന്നത്? നീ നാളെ രാവിലെ ഷോറൂമിൽ ചെന്ന് അവനെ ഒന്ന് കാണ്. അവിടെ ആകുമ്പോ ആന്റി വരില്ലല്ലോ, അവരെ പേടിക്കുകയും വേണ്ട. ആ, ഞാൻ അവനെ ചെന്ന് കാണാം. എന്നെ കാണുമ്പോ അവന്റെ മനസ്സ് മാറും. ആ സ്റ്റോക്ക് ഉണ്ട് സർ, വന്നോളൂ. അതെ അതെ, പുതിയ മോഡൽസ് എല്ലാം വന്നിട്ടുണ്ട്.
അതെ സർ, 30% ഒരു ഓഫർ ഉണ്ട്. നമ്മുടെ ഷോപ്പിന്റെ മാത്രം പ്രത്യേകതയാ. അതെ അതെ, ഒരാഴ്ചയും കൂടെ ഉണ്ടാവും. ശരി സർ, സാർ വന്നാൽ മതി. സുധി, ശ്രുതി, നീ എന്താ ഇങ്ങോട്ട് വന്ന്? സുധിയെ കാണാൻ. എനിക്ക് സുധിയെ കാണാതെ കഴിയാൻ പറ്റുന്നില്ല. ആന്റി എന്നെ അടിക്കുമ്പോ, വീട്ടിൽ നിന്ന് പിടിച്ചിറക്കുമ്പോ സുധി ഒന്നും എതിർത്ത് പറഞ്ഞില്ല. അപ്പോഴുള്ള ദേഷ്യത്തിന് പറയാതിരുന്നാന്നാ ഞാൻ കരുതിയത്. അല്ല എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. സുധിക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ടല്ലേ, എന്നോട് വെറുപ്പാണല്ലേ. സുധി എന്നെ വിളിച്ചില്ല. ഞാൻ വിളിച്ചപ്പോ ഫോണും എടുത്തില്ല. സുധി എന്നെ വിളിക്കും, കാണാൻ വരും, എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നൊക്കെ ഞാൻ വിചാരിച്ചേ. ഞാൻ കാത്തിരുന്നു, എന്നിട്ടും വന്നില്ല. അത്രയ്ക്കും വെറുപ്പാണല്ലേ സുധിക്ക്. നീ എന്നെ ചതിക്കായിരുന്നില്ലേ ശ്രുതി? കൊള്ളം പറഞ്ഞ് നീ എന്റെ മുന്നിൽ അഭിനയിക്കായിരുന്നില്ലേ? എല്ലാവരുടെയും മുന്നില് നീ എന്നെ വിട്ടിയാക്കി, ഒന്നിനും കൊള്ളാത്തവനാക്കി എന്നെ. നീ ഇത്രയ്ക്ക് സൂത്രശാലിയാണെന്ന് ഞാൻ മനസ്സിലാക്കാതെ പോയല്ലോ. അപ്പോ സുധി എന്നോട് കള്ളത്തരം പറഞ്ഞിട്ടില്ലേ? എന്റെ മുന്നിൽ സൂത്രമൊന്നും പ്രയോഗിച്ചിട്ടില്ലേ? എന്തൊക്കെയാ സുധി എന്റെ അടുത്തുനിന്ന് മറച്ചു വെച്ചത്? അന്നൊക്കെ ഞാനിങ്ങനെ പിണങ്ങി നടന്നിട്ടുണ്ടോ? ഒന്ന് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? വീട്ടുകാരുടെ മുന്നിൽ അപമാനിതനായി സുധി തല കുനിച്ച് നിൽക്കുമ്പോ ഞാൻ സുധിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ആരുടെ മുന്നിൽ വിട്ടുകൊടുത്തിട്ടില്ല. പക്ഷെ സുധിയോ എനിക്ക് വേണ്ടി ഒരക്ഷരം പോലും മിണ്ടിയില്ല. എന്നെ തല്ലി ഇറക്കുന്നത് നോക്കി നിന്നു. ഡേ, അമ്മ, വീരാനെ പിടിച്ചിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പോഴും ഈ വിഷയം ഇങ്ങനെ വഴിതിരിഞ്ഞു പോകുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അദ്ദേഹത്തെ കണ്ടിട്ടും നമ്മൾ കൂട്ടിക്കൊണ്ട് വരാതിരുന്നെങ്കിൽ അത് തെറ്റായി പോയേനെ. ഈ കുടുംബത്തോട് ചെയ്യുന്ന ചതിയായി പോയേനെ. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനെ ഞാൻ ചതിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ അതിനൊക്കെ കൂടി എനിക്ക് കിട്ടിയ ശിക്ഷയാണോ അച്ഛാ ഇത്?